പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. നിന്റെ അടുത്തേക്ക് വരാൻ ഇതാ സ്വർഗം വെട്ടിയാൽ താരയിലേക്ക് ഇറങ്ങി വന്ന ഈശോ നിന്റെ ജീവിതത്തിലേക്കും നിന്റെ ജീവിതത്തിൻ്റെ സകല അസ്വസ്ഥതകളിലേക്കും സങ്കീർണമായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്ന ജീവിക്കുന്നവനായി ഈശോ ഇയാൾ താരയിൽ. ഈശോയോട് പറ, തമ്പുരാനെ, ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലാണ് ജീവിതം. നിൻ്റെ സ്നേഹം എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും വർഷിക്കണമെന്ന് പറ. ഈശോയെ, നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പറ്റാത്ത കാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ മീതെയും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളിപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളെയും കർത്താവെ നിൻ്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞ് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ ദൈവ വചനം പറഞ്ഞു തരുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് കരുണ കാണിക്കും. പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ലെന്നും കർത്താവിൻ്റെ കരുണ ലഭിക്കില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കരുണ യാചിച്ച് നമുക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. കർത്താവിൻ്റെ അനന്തമായ കരുണ നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒഴുകിയിറങ്ങുന്നത് നാം പാപം ഏറ്റുപറയാൻ തയ്യാറാകുന്നിടത്താണ്. തെറ്റിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാൻ തയ്യാറാകുന്നിടത്താണ്. ഇന്നലകളിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ച അനുഭവങ്ങളെ ഓർത്ത് അനുതാപമുള്ള ഹൃദയത്തോടെ തിരിച്ചു വരുന്നിടത്താണ് കർത്താവിൻ്റെ കരുണ ലഭിക്കുക. ഇനി നാം പാപം ചെയ്ത് ഇന്നലകളിൽ കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവ സ്നേഹത്തിനെതിരായ തീരുമാനങ്ങളാണ്. സ്നേഹത്തിനെതിരായ തീരുമാനങ്ങളെയാണ് വചനത്തിൽ പാപം എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ പാപം സ്നേഹിക്കാതിരിക്കുന്നതാണ്. സ്നേഹിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാമെന്നല്ലേ ഈശോ പറഞ്ഞേ? 10 കൽപ്പനകൾ 2 കൽപ്പനകളായി സംഗ്രഹിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നല്ലേ? ഏറ്റവും വലിയ പാപം ഏറ്റവും വലിയ കൽപ്പനകളുടെ ലംഘനമാണ്. അത് സ്നേഹം തന്നെയാണ്. ഈശോ പറഞ്ഞില്ലേ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന്. കാരണം ദൈവം സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 7ഉം 8ഉം തിരുവചനങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. എന്നാൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിനെതിരായ സകല തെറ്റുകളും സ്നേഹത്തിനെതിരായ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ പാപം സ്നേഹിക്കാതിരിക്കുന്നതാണ്. ദൈവമേ, ഇന്നലകളിൽ സ്നേഹിക്കാൻ മറന്നുപോയ അനുഭവങ്ങളുണ്ട്. സ്നേഹിക്കാൻ അങ്ങ് തന്ന ഏതാനും പേര് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന
ഞങ്ങളുടെ കൂടെയായിരിക്കുന്നവർ, സുഹൃത്ത് വലയങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്നേഹത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ഈ സ്നേഹബന്ധങ്ങൾക്ക് എവിടെയെങ്കിലും ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ടോ ഞങ്ങളുടേതല്ലാത്ത ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ബന്ധം മുറിഞ്ഞു പോകാനോ ബന്ധങ്ങൾ തകർന്നു പോകാനോ അങ്ങനെ സ്നേഹത്തിന് വിള്ളലേറ്റ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം സ്നേഹിക്കാതിരിക്കുന്നത് മൂലം പാപം ചെയ്യുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കില്ല. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ നാം വായിക്കുന്നില്ലേ? നീ ബലിപീഠത്തിൽ കാഴ്ചവെക്കുമ്പോൾ, എന്തെങ്കിലും കാഴ്ച സമർപ്പിക്കുമ്പോൾ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ നീ എന്ത് ചെയ്യണം? കാഴ്ചവസ്തു അവിടെ വെച്ച്, ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് പോയി രമ്യതപ്പെട്ട് തിരിച്ചു വന്ന് കാഴ്ചയർപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈശോയെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കും നമുക്കും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സഹോദര ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും മുറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ വിഷയങ്ങളിൽ ഒരു തിരുത്തലുകൾക്ക് സാധ്യതയുണ്ട് എങ്കിൽ, നമ്മുടെ ഭാഗത്തുനിന്ന് പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണെങ്കിൽ പരിഹരിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഒരൊറ്റ തീരുമാനം കൊണ്ട് തന്നെ നീയും നിൻ്റെ കുടുംബവും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ പറ്റും. വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന മേഖലകൾ തുറക്കപ്പെടുന്ന കാണാൻ പറ്റും. വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കാണാൻ പറ്റും. നാളുകളായി ഉത്തരം കിട്ടാതെ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മീതെ സ്വർഗത്തിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതൊന്നു മാത്രം, ദൈവമേ, എല്ലാവരെയും സ്നേഹിക്കാൻ നീ എന്നെ പഠിപ്പിക്കണമേ. പത്രോസ് ചോദിക്കുന്നില്ലേ, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ എത്ര വട്ടം, എന്നോട് തെറ്റ് ചെയ്ത എൻ്റെ സഹോദരനോട് കർത്താവേ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഈശോ മറുപടി പറഞ്ഞാ 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആ ഈശോയാണ് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27-ഉം 28 തിരുവചനങ്ങളിൽ പറയുന്നത്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവിൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുന്നവൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈശോയെ പറഞ്ഞേ. കർത്താവേ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടാൻ നിൻ്റെ സ്നേഹം ഞങ്ങളിൽ നീ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്താൽ ഞങ്ങൾ പിടിക്കപ്പെടട്ടെ. ആ സ്നേഹത്താൽ ചലിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. എവിടെയെങ്കിലും സ്നേഹത്തിൽ മുറിവേറ്റവർ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കപ്പെടാതെ പോയതിൻ്റെ വേദനകൾ, എല്ലാ വേദനകളുടെ പിന്നിലും, എല്ലാ മനസ്സിൻ്റെ മുറിവുകളുടെ പിന്നിലും സ്നേഹമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ സ്നേഹിച്ചില്ല, നമ്മളെ മനസ്സിലാക്കണമെന്ന് നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ മനസ്സിലാക്കിയില്ല, നമ്മൾ അംഗീകരിച്ചില്ല, നമ്മൾ ഉൾക്കൊണ്ടില്ല. എവിടെയൊക്കെയോ സ്നേഹബന്ധങ്ങളിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം ഈശോയുടെ സ്നേഹത്തിൽ സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ സ്നേഹത്തിൽ എൻ്റെ മനസ്സിനേറ്റെല്ലാ മുറിവുകളെയും നീ ഉണക്കണമേ. പ്രത്യേകിച്ച് ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ഏതെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ ഈശോ നീ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ സ്നേഹത്താൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആരെയെല്ലാം ചേർത്ത് വയ്ക്കാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ? കുടുംബാംഗങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചവർ, ഈശോ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ചേർത്ത് വെച്ച കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ മാത്രമല്ല, കർത്താവെ, ഞങ്ങളെ വേദനിപ്പിച്ചവരുടെ മീതെയും, ഞങ്ങളെ ദ്രോഹിച്ചവരെയും, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ, ഞങ്ങൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞവർ, വചസ്സുകൾ പറഞ്ഞവരൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ ചുറ്റുപാടുമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ചുറ്റുപാടുമുണ്ട്. ഒരിക്കലും ഞങ്ങൾ വളരരുതെന്നും ഉയരരുതെന്നും രക്ഷപ്പെടരുതെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെയുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിലും ഈശോയെ, കുരിശിൽ കടന്ന് നീ കാണിച്ച സ്നേഹത്തിൻ്റെ മനോഭാവം ഉണ്ടല്ലോ, എല്ലാവരെയും ചേർത്ത് പിടിച്ച സ്നേഹം, തന്നെ ചുംബിച്ചുകൊണ്ട് ഉറ്റുകൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും കർത്താവെ ചേർത്ത് പിടിച്ച ഒരു സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൻ്റെ പറ്റാത്ത കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് കൊടുക്കാം. മക്കളെ, സ്നേഹിക്കാൻ തീരുമാനമെടുക്കുന്നവന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കപ്പെടും.
സ്നേഹിക്കാൻ തീരുമാനമെടുക്കുന്നവന് സ്വർഗത്തിൻ്റെ വറ്റാത്ത കരുണ വർഷിക്കപ്പെടും. സ്നേഹിക്കാൻ തീരുമാനമെടുക്കുന്ന സ്നേഹം ഒരു വൈകാരിക വിഷയമല്ല, സ്നേഹം ഒരു തീരുമാനമാണ്. കാൽവരിയിൽ ഈശോ പറഞ്ഞില്ലേ, കർത്താവേ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവ് എല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനമെടുത്തത് യേശുവിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. കർത്താവേ, സ്നേഹം ഒരു തീരുമാനമാണല്ലോ. സ്നേഹം സർവ്വതും ക്ഷമിക്കുന്നു, സ്നേഹം സർവ്വതും സഹിക്കുന്നു, സ്നേഹം സകലതിനെയും അതിജീവിക്കുന്നുവെന്നാണല്ലോ വചനം പറയുന്നത്. ഈശോയെ, സ്നേഹത്തിൽ സകലതും അതിജീവിക്കാൻ, സ്നേഹത്തിൽ തന്നെ ഏൽക്കുന്ന എല്ലാ വേദനകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുടുംബത്തെ മുഴുവനും ചേർത്ത് നിർത്തിക്ക്, കുടുംബാംഗങ്ങളെ സമർപ്പിച്ച്. ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ സ്നേഹം വറ്റി വരണ്ടു പോയിട്ടുണ്ടാകാം, സ്നേഹത്തിൻ്റെ മന്ദത ബാധിച്ചിട്ടുണ്ടാകാം. സ്നേഹിക്കപ്പെടാതെ വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും പരസ്പരം കടിച്ചു കീറുന്ന അനുഭവത്തിൻ്റെ നടുവിലൂടെയൊക്കെ നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ടാകും. ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അന്തരീക്ഷമാകാം ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവം സമ്മാനിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ ആരാധനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ കുടുംബങ്ങളിലേക്ക് നിന്റെ സമാധാനം വർഷിക്കണമേ. ആർക്കെല്ലാം വേണ്ടി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരിലേക്കെല്ലാം ഈ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ കൂപ്പി. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, കരുണ തോന്നണേ, അലിവു തോന്നണേ. ആമേൻ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ഈശോയെ, ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമാ. പാപമെന്നെ പാതാളവഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, ഈശോയെ, അലിവു തോന്നണേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. പാപിയാണു ഞാൻ നാഥ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. ഈശോയെ, കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു. സാധിക്കുന്നവർ മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഈ ഭവനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഒക്ടോബർ 1 മുതൽ 5 വരെ നടക്കുന്ന വാർഷിക കൺവെൻഷനെ, അതിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. ഈ വെള്ളി, ശനി, ഞായർ തീയതികളിൽ ഈ ഭവനത്തിൽ നടക്കുന്ന ആന്തരിക സൗഖ്യ വാരാന്ത്യ ധ്യാനം, അടുത്ത മാസം ആദ്യ വീക്കെൻഡിൽ ആദ്യത്തെ ഞായറാഴ്ച ആരംഭിക്കുന്ന 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം, മറ്റെല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.